ഹലോ, ഇന്ന് നമുക്കൊരു മീഡിയം സൈസ് ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യുന്നത് കാണിച്ചു കേട്ടോ. ആദ്യം രണ്ടാക്കി മടക്കി നടുവേ മടക്കി നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ അടിയിൽ വെക്കാനുള്ള ഫ്രില്ലാണ് വേണ്ടത് ആദ്യമേ. അപ്പോൾ നമുക്ക് ഒരു 8 ഇഞ്ച് അളന്ന് ആദ്യം വരയ്ക്കുക. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല് വേണം. അപ്പോൾ ഇത് ഒരെണ്ണം ഫ്രണ്ടിൽ, രണ്ടാമത് വീണ്ടും 8 ഇഞ്ച് വരയ്ക്കും. ഇങ്ങനെ 4 പീസ്, രണ്ടും വായിക്കും ഫ്രില്ലിനുള്ളതായി. ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് വീതിയിൽ ഇത് നമുക്ക് 2 വള്ളി സൈഡിൽ ഇതിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് അല്പം ചെരിച്ച് വരും. ഇത് ഷോൾഡറാണ്, മീഡിയം സൈസാണ്. നമുക്കൊരു 6.5 മതിയാവും. 6.5 ഇഞ്ച്. കൈക്കുഴി ഒരു 6.5 ഇഞ്ച് മതിയാവും. പിന്നെ ഇതിൻ്റെ വണ്ണം മീഡിയം സൈസ് 38. 38ൻ്റെ 4/1 9.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ടോട്ടൽ 11.5 ഇഞ്ച് ചെസ്റ്റ് വണ്ണം. ഇനി താഴോട്ട് 13.5 ഇഞ്ച് ഷേപ്പിൻ്റെ. ഷേപ്പ് വണ്ണം 36. 4/1 9 ഇഞ്ച്. 9 1 1.5 ഇഞ്ച് 10.5 ഇഞ്ച്. പിന്നെ ഹിപ്പ് 40 സൈസ് 10 1.5 ഇഞ്ച് കൂട്ടി കഴുത്തുമ്പ് കൂട്ടി 11.5 ഇഞ്ച് വരച്ചു. പിന്നെ കട്ട് ചെയ്തെടുത്തു. അതിന് ചേർത്ത് ഷോൾഡർ 2 പാർട്ട് മാറ്റി ഇതിനെടുത്ത് 2 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി 4 ഇഞ്ച് നെക്ക് താഴ്ച സ്ക്വയർ വരച്ച് കറുവാക്കി വരച്ചെടുക്കും. നെക്ക് റൗണ്ട് വേണ്ടുന്നവർക്ക് ഇങ്ങനെ കർവാക്കി ഇവിടെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതേ രീതിയിൽ വെട്ടിയെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമറിന് സ്ക്വയർ നെക്ക് മതി, അതിനാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടാണിത്.
ഇതിൽ നമുക്ക് പോക്കറ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പോക്കറ്റ് നമുക്ക് വലത് സൈഡിൽ വരണം. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ആദ്യത്തെ കെട്ട് രണ്ടാമത്തെ കെട്ട് ഹിപ്പിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് നേരെ അത് കറക്റ്റ് അളവായിരിക്കും. വീതി 5 ഇഞ്ച്, ഇറക്കം ചെറിയ അളവായതുകൊണ്ട് 6.5 മതിയാകും. വലിയ അളവാണെങ്കിൽ കുറച്ചുകൂടി 7 ഇഞ്ച് ഒക്കെ വരും പോക്കറ്റ്. ഇനി ഇത് തിരിച്ചിട്ട് ഇതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണം. ഒമ്പതരയാണ്. അപ്പോൾ 38 ഇഞ്ചിന് 4/1 9.5, 36ൻ്റെ 4/1 9, 40, 40. ഇതിനൊരു എളുപ്പ മെത്തേഡുണ്ട്. മുകളിൽ ഇനിയിപ്പോൾ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഇവിടുത്തെ ഈ ചെസ്റ്റ് അളവിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ ഓക്കെ ആവും. പിന്നെ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഷേപ്പിൻ്റെ അവിടെ ഇങ്ങനെ എളുപ്പപ്പണിയാകും കേട്ടോ. ഇവിടെയും 1.5 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തി ഇത് നമ്മളിങ്ങനെ വരച്ച് ഇടുക. വണ്ണമായി അടയാളപ്പെടുത്തി കൈക്കുഴി ഒരു ശകലം കുഴിച്ച് വെട്ടണം, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ഇതൊരു കട്ട് ചെയ്യുക. നമുക്ക് ഫ്രണ്ട് പാർട്ട് തിരിച്ചറിയാം. ഇത് നമുക്ക് ഈ വശത്തുനിന്ന് കൈ വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് കുടുക്കക്കൈ ആയിട്ടാണ് പഫ് സ്ലീവാണ്. അപ്പോൾ നമുക്കിത് മീഡിയം സൈസിനാകുമ്പോൾ മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇതുവഴി ഇങ്ങനെ ചരിച്ച് വെട്ടി ഏകദേശം 10 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി ഒന്നിങ്ങനെ വരച്ചു. ഇനി നമുക്ക് മുറിച്ചിലിടാനുള്ള കട്ട് ചെയ്യണം. പ്ലാസ്റ്റിക് എടുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഇങ്ങനെ വെച്ച് നമ്മുടെ കൈയെടുത്ത് അളവിൽ നിന്ന് 1 ഇഞ്ചും കൂടി ഇപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുക. അതിനുശേഷം 2 ആക്കി മടക്കി 2 കൈകൾക്കും വേണ്ടി 2 കഷ്ണം മുറിച്ചെടുക്കുക. പോക്കറ്റ് വേണം. ഇതിപ്പോൾ 4 പീസുണ്ട്. ഇതിൽ ഈ 2 പീസിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇത് 2 പീസ് എടുക്കുക. ഇഞ്ച് താഴോട്ട് ഇറക്കാം. 2 പീസ് ഇങ്ങനെ വെച്ച് കൂട്ടി അടിച്ച് നമ്മൾ സ്റ്റിഫയിലാണ് കഴുത്ത് അടിച്ചെടുക്കുന്നത്. നമുക്ക് ഈ മോഡൽ നെക്കാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അളവ് വീതി 5.5, ഇറക്കം 6 ഇഞ്ച് മീഡിയം സൈസിന്. ഇനി നമുക്ക് ഈ 2 പീസ് തമ്മിൽ കൂട്ടി അടിച്ച് ഈ കഴുത്ത് ഇതിൽ അടിച്ചെടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ കഴുത്ത് ഈ പീസിൽ അടിച്ചെടുത്ത് സെറ്റ് ചെയ്യുന്നു. നമുക്ക് ബാലൻസ് ഉള്ള ഈ തുണിയിൽ നിന്ന് തേര് ഭാഗം നോക്കി ഇതിന് ആവശ്യത്തിന് ബായ്ക്ക് നെക്കിൻ്റെ പീസ്
വെട്ടിയെടുക്കണം. അതായത് ഒരു 1.25 ഇഞ്ച് മതി. ഇത് തേര് വശമായതുകൊണ്ട് 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി തയ്യൽ കൊണ്ട് ഇപ്പുറത്ത് തേര് ഭാഗമായതുകൊണ്ട് 1.25 ഇഞ്ച് ഇത് വെട്ടിയെടുക്കുക. ഈ പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ബാക്ക് നെക്ക് അപ്പോൾ നമ്മുടെ മീഡിയം സൈസ് ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ.